ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ആലോചിക്കാം. അവരുടെ കറൻറ്റ് എനർജി എന്താണെന്ന്. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി, നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നന്നായി മനസ്സിൽ ചിന്തിച്ച്, പോസിറ്റീവായി ചിന്തിച്ച്, ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് കുറച്ച് നേരം ശാന്തമായിരുന്ന് ഈ റീഡിങ് കാണുക. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയായിട്ട് ഇത് കണക്റ്റ് ആവുന്ന കാർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്വീൻ ഓഫ് സോർഡ്സ്, ഈസ് ഓഫ് പെൻറ്റക്കിൾസ്, ദ ചാരിയറ്റ്, ഫോർ ഓഫ് സോർഡ്സ്, ദ ഹാങ്ഡ് മാൻ. ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള കറണ്ട് എനർജി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ക്വീൻ ഓഫ് സോർട്സ് ആൾ എന്തെങ്കിലും ജോലി എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെയധികം ഭദ്രതയുള്ള ഒരു ഫാമിലിയിലുള്ള ആളാണ്. വളരെയധികം ബുദ്ധിശക്തിയും കഴിവുകളൊക്കെയുള്ള ഒരു നല്ലൊരു പവർഫുള്ളായ ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഇയാൾ എന്തോ ഒരു കാര്യത്തിന് മുന്നോട്ട് പോകുന്നുണ്ട്, എന്തോ ഒരു പുതിയൊരു തുടക്കം, പുതിയൊരു കാര്യങ്ങൾ ആളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അത് അതിന് വേണ്ടിയുള്ള ഇതാണ് പോകുന്നതാണ്. എന്തെങ്കിലും ഒരു പക്ഷേ നിങ്ങളുമായിട്ട് ഒരു പുതിയ ഒരു ഇതിലേക്ക് പോകാനായിരിക്കാം, ഒരു തലത്തിലേക്ക് നിങ്ങളുടെ ബന്ധം മാറ്റാനുള്ള ആ ഒരു ശ്രമത്തിലായിരിക്കാം. അങ്ങനെ ഇതിലേക്ക് പോകുന്നു. അവർ പുതിയൊരു ഇതുവരെ ഇല്ലാത്ത ഒരു രീതിയിൽ അവരുടെ ചിന്തകൾ എങ്ങനെ വേണം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. എന്ത് വേണം, എങ്ങനെ വേണമെന്ന്, ഇതുവരെ കഴിഞ്ഞു പോയതെല്ലാം മറന്ന് ബാക്കിയുള്ള ഇതെന്ത് വേണം എന്നുള്ള ഒരു ആ ഒരു രീതിയിലേക്ക് പോവുകയാണ്. എന്താണ് ഇനി വേണ്ടതെന്ന് ആൾക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടായിരിക്കാം. അതിൽ നിന്ന് ഉൾക്കൊണ്ട് ഒരു തിരിച്ചറിവായിരിക്കാം. വേദനകൾ മാറി, വേദനകൾ ഒഴിവാക്കി ഇനി എന്തു വേണം എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം. അങ്ങനെ പോകുന്ന ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പുതിയൊരു ദിശയിലൂടെ, ഇതുവരെ സംഭവിച്ചു പോയതെല്ലാം മാറ്റി പുതിയൊരു ദിശയിലൂടെ പോകാം എന്നുള്ള ഒരു ചിന്തയിൽ അവരുടെ ഒരു അടിപൊളിയുള്ള ഒരു മാറ്റം അവർ കാണിക്കുന്നു. അവർ ഇതുവരെ കാണിച്ചു, പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടായിരിക്കാം. ഇനി അതൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് അവർ നിൽക്കുന്നത്. നമുക്ക് ഒരു കാർഡ് കൂടി നോക്കി നോക്കാം. ദ എംപ്രസ്സാണ് കിട്ടിയിരിക്കുന്നത്. അവർ കുറച്ചുകൂടെ അവരുടെ ഇതിൽ അവരൊരു ചിലപ്പോൾ മുൻപ് അങ്ങനെ ഒരു സ്നേഹം പ്രകടിപ്പിക്കുകയോ അങ്ങനെയുള്ള ഒരാളായിരിക്കില്ല. പക്ഷേ വളരെയധികം ഒരു മാറ്റം ആൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് നല്ല രീതിയിലുള്ളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള അവരുടെ ഫീലിങ്സ് എന്തായിരുന്നു എന്ന് നോക്കാം. കിട്ടിയിരിക്കുന്നത് ടവർ, 5 ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് സോർഡ്സ്, ദ സൺ. നിങ്ങൾ പക്ഷേ നിങ്ങളുടെ തമ്മിലുള്ള ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. നിങ്ങളുടെ ബന്ധം മാറിപ്പോയ ഒരു അവസ്ഥയിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. അവർ അത് ഇത് വരെ ഉണ്ടായിരുന്ന ആ ഒരു രീതി നിങ്ങളുടെ അടുത്ത് അതും ഇത് മാറ്റിക്കളഞ്ഞു. അവരത് അവർ ഇല്ലാതെയായി. വീണ്ടും ഒരു എന്തൊക്കെയോ കാര്യങ്ങൾ അവർ സ്വയം അവരുടെ ജീവിതത്തിൽ പഠിക്കുകയും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോയപ്പോൾ അപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നതും നിങ്ങളാണ് അവർക്കൊരു വലിയൊരു അവരൊരു സമ്പാദ്യമായിരുന്നു നിങ്ങളെന്നുള്ള ചിന്ത അവർക്ക് വരുന്നതും അവർ നിങ്ങളെ ഒരു ഇങ്ങനെ
ഒരു സ്റ്റക്കായ ഒരു അവസ്ഥയിൽ അവരാണ് ആക്കിയത് നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ വിഷമങ്ങൾ എന്നുള്ള ചിന്ത ആൾക്ക് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അവർ ഒരു പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളിലും വിഷമങ്ങളിലും നിങ്ങളുടെ തമ്മിലുള്ള സംസാരങ്ങളിലും നിങ്ങൾക്കത് ഒരുപാട് എഫക്റ്റ് ചെയ്തിരിക്കാം. നിങ്ങൾക്കത് ഒരുപാട് നമ്മുടെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിൽ വരെ എത്തി നിന്നിരിക്കാം. ആ ഒരു വിഷമത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ തമ്മിലൊരു പുതിയൊരു തുടക്കം അത് വരാൻ സാധ്യതയുണ്ട് ഭാവിയിൽ. അടുത്ത തന്നെ അത് നിങ്ങൾ തമ്മിലുള്ളൊരു പുതിയൊരു തുടക്കം, ഈ വിഷമങ്ങളൊക്കെ മാറി പുതിയൊരു രീതിയിൽ ഒരു പുതിയൊരു കാഴ്ചപ്പാടോടെ നിങ്ങളുടെ ബന്ധം വീണ്ടും വലുതാവും എന്നുള്ള ഒരു റീയൂണിയനാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു കാർഡ് കൂടി എടുത്ത് നോക്കാം. ഡെത്ത് എന്നുള്ള കാർഡാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും അടിമുടി ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ പ്രശ്നങ്ങളും ഇതുവരെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചു പോയ എല്ലാ വിഷമങ്ങളും മാറി പുതിയൊരു രീതിയിൽ പുതിയൊരു തലത്തിലേക്ക് പോകും എന്നുള്ള ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു ഒറക്കിൾ മെസ്സേജ് കൂടി നോക്കാം. Patience. Just a few more months, good things come to those who wait. അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾക്ക് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു നല്ല ഒരു രീതിയിൽ, ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അതൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഇത് വരും എന്ന് ഉള്ള ഒരു കാർഡാണ്. എന്തായാലും കാത്തിരിക്കൂ, ക്ഷമയോടെ കാത്തിരിക്കുക. കാലം മാറ്റാത്ത മുറിവുകളും വിഷമങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് മാത്രമാണ്. റെസനേറ്റ് ആയവർ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും, അത് എനേബിൾ ചെയ്യുക. എങ്കിലാണ് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇഷ്ടമായൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.